റോസ്റ്റഡ് ചിക്കൻ ഇന്ന് സൺഡേ സ്പെഷ്യൽ ആണ്. അതിന്റെ കൂട്ടത്തില് കുറച്ച് ചെമ്മീൻ ഉപയോഗിച്ചിട്ട് ഈസി ചെമ്മീൻ റൈസും. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. റെഡി പൂമ്പാ. ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ റെസിപ്പിയാണ്. ഒരു ബട്ടർ ശരിയാക്കാനുണ്ട്. റൂം ടെമ്പറേച്ചറിൽ ബട്ടർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. സോ യു സ്മാഷ് കുറച്ച് റോസ്മെരി. ഇനി വെളുത്തുള്ളി, ഡിഹൈഡ്രേറ്റഡ് വെളുത്തുള്ളിയാണ് കേട്ടോ ഉപയോഗിക്കണേ. സ്മോക്ഡ് പാപ്രിക്ക. പിന്നെ വായില് ഞാൻ സ്മോക്ഡ് പാപ്രിക്ക ഉപയോഗിച്ചിട്ട് ഓക്കെ. ഒരു സാധനം കൂടി നമുക്ക് ഇതിൽ ചേർക്കാനുണ്ട്, ലെമൺ ജസ്റ്റ്. Now you mix. ഇനി റോസ്റ്റ് ചെയ്യാനായിട്ട് ചിക്കൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് ചിക്കൻ എടുത്തോളൂ കേട്ടോ. ഇന്ന് ഞാൻ 1.5 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ചിറക് നമ്മൾ ഇതിരിക്കാൻ പാകത്തിന് ഒന്ന് ബാക്കിലേക്ക് ഒടിച്ചിട്ട് ഇങ്ങനെ വെക്കുന്നത്. ഓക്കെ, സെയിം തിങ് ഓൺ ദ അതർ സൈഡ്. തൊലി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നെവർ റിമൂവ് ദ സ്കിൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബാക്കിലെ ഈ സ്കിന്നിന്റെ അവിടെ നിന്ന് കൈ പതുക്കെ കയറ്റിയിട്ട് നമ്മൾ ഈ സ്കിന്നെ കാണുന്നുണ്ട് അവിടെ നിന്ന് ഒന്ന് ഓപ്പൺ ചെയ്യണം. കണ്ട ഒരു പോക്കറ്റ് പോലെ. There we go. I think you can see it. ഇത് കണ്ട ഈ കാലിൻ്റെ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുക. And there we go. നമുക്കിനി ചെയ്യാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ നമ്മുടെ ഇത് സോൾട്ടഡ് ബട്ടറാണ്. അതുകൊണ്ട് തന്നെ വേറെ ഉപ്പ് നമുക്ക് ലാസ്റ്റ് കുറച്ച് മുകളിലേക്ക് ഇട്ടാൽ മതി. ഇതുപോലെ ഓരോ ഭാഗത്തേക്ക് ഇതിനെ തള്ളി വെച്ച് കൊടുക്കുക. ഇത് കുക്ക് ആവണ സമയത്ത് മെൽട്ടായിട്ട് ഈക്വലി ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്ക് ആയിക്കോളും. എന്ന് മാത്രമല്ല നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ മോയിസ്റ്റർ ആവുകയും ചെയ്യും കേട്ടോ. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് കണ്ട ഈ തലയുടെ കൂടിയും വല്ലാണ്ട് ഈ ഭാഗം ഓപ്പൺ ചെയ്യണ്ട. ഇവിടെ ഓപ്പൺ ചെയ്താലും ബട്ടർ പുറത്തേക്ക് പോകും. നമുക്ക് ചെയ്യേണ്ടത് ഈ ഭാഗം റോൾ ചെയ്തിട്ട് അടിയിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്കുള്ള ബട്ടർ മുഴുവൻ ഇതിൻ്റെ ഓരോ ഭാഗത്തേക്ക് തള്ളി കയറ്റി കൊടുക്കുക. അതാണ് നമ്മൾ ബേസിക്കലി ചെയ്യാനുള്ളത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആ കാലിൻ്റെ അവിടേക്കൊക്കെ നന്നായിട്ട് ബട്ടർ ആയിക്കോളും. ഇനി അത് വേവണേൻ്റെ ഇടയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്പൂണിൽ ഈ ബട്ടർ എല്ലായിടത്തേക്കും എടുത്തിട്ട് ബേസ്റ്റ് ചെയ്യുകയും വേണം. The only one thing, if you need little bit of a salt, you can add some salt here. That's it. കണ്ടാ ലോക്ക് ചെയ്ത് വെച്ച ഭാഗം കണ്ടാ വേണമെങ്കിൽ പിന്നെ ഉപയോഗിച്ചിട്ട്. കോഴിപ്പപ്പ് ലുക്കല്ലേ, അത് ആൾക്കാർ ചോദിക്കും ഈ കോഴിപ്പപ്പ് തിന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന്. ഒരു പ്രശ്നവും ഇല്ല. എന്ന് മാത്രമല്ല കുക്ക് ചെയ്യണ സമയത്ത് പപ്പ് അവിടെ ഇരിക്കണോണ്ട് ഒരു കുഴപ്പമില്ല. പപ്പും ആളെയൊക്കെ അവിടെ ഇരിക്കട്ടെ, നോ പ്രോബ്ലം. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ട കണ്ടാ ഇതേ ലിറ്റിൽ ബിറ്റ് ബട്ടർ അവിടെ വയ്ക്കുക. നമ്മുടെ നേരത്തെയുള്ള ലെമൺ ഇല്ലേ, ഹാഫ് ലെമൺ മതിട്ടാ. വി ഡോണ്ട് നീഡ് ടു മച്ച് ലെമൺ ഇല്ലേ. ഒരു ഹാഫ് ലെമൺ ഗോയിങ് ഇൻ. കുറച്ച് സ്പ്രിംഗ് അണിയൻ ഉണ്ട്, ഇല്ലെങ്കിൽ ഉള്ളി. ഇന്നിപ്പോൾ സ്പ്രിംഗ് അണിയൻ ഉണ്ട്. സോ സം സ്പ്രിംഗ് അണിയൻ. ബാക്കി കുറച്ച് റോസ്മെരിയും അതുപോലെ തന്നെ ബേ ലീവ്സും കൂടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കുക. സോ യു ഗെറ്റ് മോർ ഫ്ലേവർ ഗോയിങ് ഇൻ. ഓക്കെ, നിങ്ങൾക്ക് ഗാർലിക് വേണം, ഇതിൻ്റെ ഉള്ളിൽ റോസ്റ്റായ ഗാർലിക് വേണം. ഓക്കെ, ഗോൾഡയ്ക്ക് ഗാർലിക് വേണം, കാരണം നമുക്ക് അതിൽ കുറച്ച് ഗാർലിക് കൂടി ഇടാം. ഇനി ഉള്ള കുണ്ടി തുന്നി റെഡിയാക്കുക. അത് കടയിൽ ഇങ്ങനെ വളർത്തണ എല്ലാ ചിക്കനിലെയും മെയിലിന് ദേ വിൽ ഗ്രോ അപ് ടു 4 to 5 kgs. യൂഷ്വലി ഫീമെയിൽസ് ആർ ഇൻ ദിസ് സൈസ്. സംതിങ് ന്യൂ ടു ലേൺ നൗ. മെയിലിനെ അവർ വിൽക്കും, പക്ഷെ ആരും അതിന് എടുക്കില്ല. ചില ഈ പന്നിക്കുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് പോവുക മെയിൽ കേട്ടോ. നമ്മുടെ പാപ്പൻ ആക്ച്വലി ഈ കമ്പനിയിലെ ജോലി ചെയ്തിരുന്നത്. പാപ്പൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായിപ്പിനെ കുളിപ്പിക്കണം, പഠിപ്പിക്കണം. പൂവൻ കോഴീനെ എടുത്ത് കളയുന്ന പണിയായിരുന്നു പാപ്പനെ. ശരിക്കും പറഞ്ഞാൽ സൈഡിലേക്ക് വന്ന് ഗോർഡൻ റാംസി ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഇതിങ്ങനെ പിടിച്ച് കെട്ടി വയ്ക്കും, വിച്ച് ഗിവ്സ് ലൈക്ക് എ ഗുഡ് വേ ഓഫ് കുക്കിംഗ്. ഇനി കുറച്ച് ഒലിവ് ഓയിൽ, ഓക്കെ, അല്ലെങ്കിൽ എനി ഓയിൽ. ദെൻ ഫൈനലി യു പുട്ട് സം സോൾട്ട്, ജനറസ് എമൗണ്ട് ഓഫ് സോൾട്ട് ഓൺ ടോപ്പ്. ദാറ്റ്സ് ഇറ്റ്. വി കുക്ക് ഇറ്റ്. 175 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഓവൻ്റെ അകത്ത് ഒരു ഓൾമോസ്റ്റ് 50 മിനിറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ടെമ്പറേച്ചർ ഹൈ ആക്കുക, അതായത് ഒരു 175 നിന്ന് ഒരു 200 വരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ല റോസ്റ്റായിട്ട് കിട്ടും. ഇനി നമ്മുടെ ചെമ്മീൻ റൈസിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ. നമ്മുടെ ഓൾമോസ്റ്റ് ഒരു ബിരിയാണി പോലെയാണ് കേട്ടോ. ഉള്ളി കുറച്ച് അൺഈവനായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ക്യാപ്സിക്കം, ഇറ്റ്സ് ഓൾവേസ് എ ഗുഡ് ചോയ്സ്. ടൊമാറ്റോസ്, കുറച്ച് ഗാർലിക്, ഒരുപാട് വഴറ്റുണ്ട് കേട്ടോ. ഒരു ലേശം ഗരം മസാല, കുറച്ച് പെപ്പർ, ഇനി കുറച്ച് മല്ലി ഇലയുടെ ബാക്കിലെ തണ്ട്, ബട്ടർ, ചെമ്മീൻ, ബാക്കിയുള്ളത് കുറച്ച് ഉപ്പ്, കുറച്ച് ലൈം ജ്യൂസ്. നോക്കിയോട്ടെ, അത് ഇനി വേവിക്കൊന്നും വേണ്ട കേട്ടോ. 2 ടോസ് മതി നമുക്ക് പരിപാടി. ഓക്കെ, ഇത് ഞാൻ അവിടെ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് ഒരു ലേശം ഓയിൽ, ഓൾ സ്പൈസ്. ഇനി നമ്മുടെ അരി. ഇനി ഞാൻ വെള്ളത്തിന് പകരം നമ്മുടെ ഇന്നലെ ഉണ്ടാക്കിയ ഫിഷ് സ്റ്റോക്ക്, അതിൻ്റെ തിക്നെസ് കണ്ടോ, വെരി സ്ട്രോങ് ഫ്ലേവേഴ്സ് കണ്ടോ. ഇതിൽ തക്കാളിയിലും ഇതിൻ്റെയൊക്കെ വെള്ളമുണ്ട് കണ്ടാ.
ഓക്കെ, നമ്മളിനി കവർ ആൻഡ് കുക്ക് 1 വിസിൽ കേട്ടോ, ഒറ്റ വിസിലിൽ റെഡിയാവും. ഇതൊക്കെ നമ്മുടെ ചിക്കൻ നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ജ്യൂസും ഇതെല്ലാം വന്നിട്ടുണ്ട്. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് കുക്കായോ കുക്കായിട്ടില്ലേ, 1.5 മണിക്കൂറാണോ വേവിക്കേണ്ടത്, എത്ര മണിക്കൂർ വേവിക്കണം? ഞാൻ അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല നമ്മൾ ഇതിൻ്റെയൊക്കെ വേവ് നോക്കേണ്ടത്, ഇന്റേണൽ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കണം. അപ്പോൾ എപ്പോഴും ഞാൻ ചെയ്യാറെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് വേ ഷോൾഡർ ബോണിൻ്റെ അവിടെ നിന്ന് കുത്തിയിട്ട് ബ്രസ്റ്റിൻ്റെ ഏറ്റവും സെൻറ്റർ വരെ എത്താവുന്ന രീതിയിൽ ഫുള്ള് കുത്തുക. ഇപ്പോൾ ഇവിടെ 71.2 ഡിഗ്രി ആയി. ദിസ് ഈസ് മോർ ദാൻ ഇനഫ്. ശരിക്കും 68 നമുക്ക് നിർത്താം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുക്ക് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്താലും ഇത് സ്റ്റിൽ കുക്കിംഗ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 71 ഡിഗ്രി എന്നുള്ളത് നമ്മളിപ്പോൾ പുറത്തേക്ക് എടുത്താൽ നോക്കിയോട്ടെ, നമ്മളിത് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നോക്കിയാൽ മതി. ഇത് കൂടി വരിക ചെയ്യുക ടെമ്പറേച്ചർ. കണ്ടോ, അതെ 71.4, 71.5, ഇതേ കണ്ട, 71.6, 71.7, ഇതിങ്ങനെ കുക്കടാ. മീൻസ് ദിസ് ഈസ് റെഡി. നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ നമുക്ക് കിട്ടും കേട്ടോ. അവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ. ഇപ്പോൾ വെൽ റെസ്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു സംഭവം ഉള്ളത്, ഇതിൻ്റെ ഉള്ളിൽ നല്ല ഓയിലുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ബട്ടറും ജ്യൂസൊക്കെ ചേർന്നിട്ടുള്ളത്, അതിങ്ങനെ ഇതിനൊന്ന് അനക്കാണ്ട് എടുത്തിട്ട് ഹോപ്പ്ഫുള്ളി വി ക്യാൻ ഗെറ്റ് ഇറ്റ്. അയ്യോ, ആ സൈഡിലെ പൊട്ടി. ഇല്ല, കുറച്ചുണ്ട്. ഓ, ഞങ്ങൾ വെക്കട്ടെ വേഗം. വി ഗോ. നൈസ് ജ്യൂസ് ഉണ്ട്. ഞാൻ അവിടെ ഒന്ന് പോക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓഹോ ബ്യൂട്ടിഫുള്ളിയോ. അതിൻ്റെ സോസ് കണ്ട, ബ്യൂട്ടിഫുൾ ബട്ടറി സോസ്. സ്റ്റിൽ നോക്കിയതിൻ്റെ ഉള്ളിൽ എന്തോരം മോയിസ്റ്ററാണ്. ചിക്കൻ്റെ മോയിസ്റ്റർ ഇപ്പോഴും എനിക്കിങ്ങനെ ഒലിച്ച് ഇറങ്ങുക. താഴെ സോസ് നോക്കിയേ. ആൻഡ് യു ലുക്ക് അറ്റ് ദ ടെക്സ്ചേഴ്സ് ആക്ച്വലി. നോക്കിയേ, നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡ്. സ്റ്റിൽ ഈ സ്കിൻ കണ്ട ഒരു പേപ്പർ പോലെ വന്നിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ അല്ലേ ഗോൾഡേ? ഇനി ഇതിൻ്റെ ബാക്ക് വശം നോക്കിയേ. ദിസ് ഓക്കെ, ഇറ്റ്സ് നോട്ട് സോഗി ഓർ എനിത്തിങ്. നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ നോക്കട്ടെ എങ്ങനെയാണെന്ന്. പൊട്ടിയത് കണ്ട? പൊട്ടിയത് കാണത്തില്ല എനിക്ക്. കാണാം. Look at that. കണ്ട, ഇതിനുള്ള മോയിസ്റ്റർ നോക്കിയത് നിങ്ങൾ. നമ്മൾ ആ കറക്റ്റ് 71-72 ഡിഗ്രിയിൽ നിർത്തിയത് കൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും മോയിസ്റ്റർ ഇതേ അതുപോലെ തന്നെ നിൽക്കണം കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കാട്ടിയിരുന്നു നിങ്ങൾക്ക്. അതല്ല വെച്ചെങ്കിൽ ഈ ചിക്കൻ അങ്ങ് ഡ്രൈ ആവും. ലുക്ക്, ആൻഡ് ലുക്ക് അറ്റ് ദിസ് കളർ കണ്ട അതിൻ്റെ. ഞാൻ ഇപ്പോൾ തന്നെ ഒരു പീസ് ഇതൊന്ന് കടിച്ചു കാണിച്ചു തരാം. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് ഇതിൻ്റെ ഈ തൈസ് എന്ന് പറയുന്നത്. നോക്കിയോ, അടുത്ത ബൈറ്റ് ഓണസ് ഐ കാണ്ട് എക്സ്പ്ലെയിൻ. ആ ബട്ടറിൻ്റെ ഫ്ലേവറൊക്കെ ചേർന്നിട്ടേ ഹൗ ബ്യൂട്ടിഫുള്ളി കുക്ക്ഡ് ചിക്കൻ. ഇനി നമുക്ക് ഇതിൻ്റെ ബ്രസ്റ്റ് പീസ് ഒന്ന് നോക്കി നോക്കാം, കാർവ് ചെയ്തിട്ട്. നോക്കിയോട്ടാ, ലുക്ക്. ഓക്കെ, നമുക്കിനി ഈ ചോപ്പിംഗ് ബോർഡിൻ്റെ മുകളിലേക്ക് ഒരു പോർഷൻ ഞങ്ങൾ എടുത്ത് വയ്ക്കാം. ഇതേക്കേൻ്റെ നിങ്ങൾ പറഞ്ഞ ചോര, ദാറ്റ്സ് നോട്ട് എ ചോര, ദാറ്റ്സ് ആക്ച്വലി മയോഗ്ലോബിൻ. Okay, if we overcook that become brown, then we think it's very well cooked. It is not. We overcook it and we spoil it. എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്, എന്താണ് ചിക്കൻ ഇസ് സോ ഡ്രൈ ആകുന്നത്? ബിക്കോസ് വി ഓവർ കുക്ക് ദം. നൗ ഹാഫ് ബ്രസ്റ്റ് തൊടാൻ പറ്റില്ല പണ്ടാരം. ഓക്കെ, ബ്രസ്റ്റ് പീസ് ഹിയർ, ഫെദറുള്ള ഷോൾഡർ പീസ് ഇട്ടാ ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ റൈസില്ലേ, ദേ നമ്മുടെ ചെമ്മീൻ പായൊക്കെ പോലെ ഒരു ഉടായ്പ് പായ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ചെമ്മീൻ റൈസ് എന്ന് പറയാം. ആൻഡ് there we go, beautiful ചെമ്മീൻ റൈസ്. And we gonna eat this. Look. Now little bit of a coriander. Beautiful യോ. ഇനി നമ്മുടെ ഈ ചിക്കൻ്റെ ഈ ചാറില്ലേ നമ്മുടെ റൈസിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കാം, കുറച്ച് ചിക്കൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. Now we eat. Done. ഞാൻ ഈ റൈസിൻ്റെ കൂടെ ടേസ്റ്റ് നോക്കിയിട്ട് ഗോൾഡനെ വിളിക്കാം.
ഇത്ര സ്പീഡിൽ മോൻ തിന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും മോനെ? ഗുഡ്. റൈസ് നല്ല മണം ഉണ്ടായിരുന്നു. റൈസ് പറഞ്ഞപ്പോൾ മറ്റേ That's good. കാസ്പിക്കം. സോറി ഗൈസ്, ഇവിടെ താഴെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. എന്നാ വേറെ ലെവലില്ലേ സോസ്. സോ ഗുഡ് കേട്ടോ. റോസ്മേരി. സോസ്മേരിയേ സോസ്മേരി എടുക്ക്. ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ഈസിയാണ് റോസ്റ്റ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട്. ചിക്കൻ എടുക്കുക, കുറച്ച് ബട്ടർ, ലിറ്റിൽ ബിറ്റ് മസാല, ഓവൻ്റെ ഉള്ളിൽ വെക്കുക. എല്ലാവർക്കും കൺഫ്യൂഷൻ എത്ര നേരം കുക്ക് ചെയ്യണം എന്നുള്ളത്. എല്ലാവരുടെയും ഓവൻ ടെമ്പറേച്ചർ വ്യത്യാസമായിരിക്കും. 150 എന്നൊക്കെ പറഞ്ഞാലും ഓവൻ്റെ സൈസ് വ്യത്യാസം ഉണ്ടാവും, ഫാനിന്റെ മാറ്റം ഉണ്ടായിരിക്കും. റോസ്റ്റിംഗ് അല്ലെങ്കിൽ ബേക്ക് ആൻഡ് ഗ്രില്ലിന്റെ ഓപ്ഷനിൽ ഇട്ടിട്ട് 175 ഡിഗ്രി വേവിച്ചിട്ട് ഇന്റേണൽ ടെമ്പറേച്ചർ എപ്പോഴും ഒരു 73 നിർത്തുക. റെസ്റ്റ് ചെയ്യുക 20 മിനിറ്റ്സ് ആൻഡ് യുവർ റോസ്റ്റ് ചിക്കൻ ഈസ് റെഡി. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോടെ കാണാൻ പറ്റുമായിരിക്കും. ബൈ ഫോർ നൗ. ബൈ ബൈ. റാണി അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയിരിക്കുക. അവിടെ ഇല്ല റാണി. റാണി നീ അല്ലേ? സോറി, കുമാരി.